ഓരോ സൈബർ അറ്റാക്ക് നടക്കുമ്പോൾ നമ്മൾ കൂടുതൽ പവർഫുൾ ആണ്. പൃഥ്വിരാജ് എൻ്റെ അടുത്ത് പറഞ്ഞു തന്നതാ, ഈ തന്തക്കും തള്ളക്കും കുറെ വിളി കിട്ടുമ്പോഴേ നമ്മൾ കൂടുതൽ പവർഫുൾ ആവും. സത്യം പറഞ്ഞാൽ ഈ കാലത്ത് പോവുകയാണെങ്കിൽ ഈ ലോകത്തുള്ള ഏറ്റവും ശക്തനായ വ്യക്തി ടിനി ടോമായി മാറും. കാരണം എന്താ വെച്ചാൽ അത്ര അധികം കേട്ടോണ്ടിരിക്കുകയാണ്. ഈ ട്രാക്ക് പിടിക്കുകയാണെന്നുണ്ടെങ്കിൽ യു ക്യാൻ ബി, യെസ്, നിങ്ങൾക്ക് അതിനുള്ള ക്ഷമത ഉണ്ട്. ഈ പോക്ക് പോവുകയാണെങ്കിൽ ഇന്ത്യയിൽ, കേരളത്തിൽ നിന്നല്ല, ഇന്ത്യയിൽ എവിടെയാണെങ്കിലും പാൻ ഇന്ത്യൻ, പാൻ വേൾഡ് ലെവലിൽ ഏറ്റവും ശക്തിയുള്ള ആളായി മാറുവാൻ ഒരുപാട് പൊട്ടൻഷ്യലുണ്ട്. തീർച്ചയായും സാമൂഹിക വിപത്താണ് ടിനിച്ചേട്ടൻ എന്നുള്ള കാര്യം. അതിന് നമ്മുടെ കോമൺ സെൻസും നമ്മുടെ ബുദ്ധിയും ഉപയോഗിച്ച് റിയാക്ട് ചെയ്യണം എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഏറ്റവും വലിയൊരു മെസ്സേജാണ് മനസ്സിൽ വെക്കേണ്ടത്. നമ്മൾ ഒരിക്കലും പിച്ചക്കാരോടും സെക്സ് വർക്കേഴ്സ് എന്നാണ് ഞാൻ പറയുന്നത്, മാന്യമായിട്ട് പറയുന്നത്, തർക്കിക്കരുത്. തർക്കിച്ചാൽ നമ്മൾ നാറുള്ളൂ. നമസ്കാരം, വെൽക്കം ബാക്ക്. എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു. AMMA അല്ലെങ്കിൽ താരസംഘടന, നമ്മൾ ആകാശത്ത് കാണുന്ന മിന്നും താരമല്ല. ഇപ്പം ഏകദേശം അതിൻ്റെ ഒരു സെറ്റപ്പ് വെച്ച് നോക്കുമ്പോൾ, ഒരു ചൊറിയും പരിപാടിയും കാര്യങ്ങളൊക്കെ വെച്ച് നോക്കുന്ന സമയത്ത് തലയിലുള്ള ആ ഒരു താരൻ്റെ സ്റ്റാൻഡേർഡിലേക്ക് എത്തിയിട്ടുണ്ട്. അപ്പോൾ താരസംഘടന AMMA, ഇതിൽ പ്രശ്നങ്ങളും കാര്യങ്ങളൊക്കെ നമ്മൾ വീഡിയോസും കാര്യങ്ങളൊക്കെ 2 ദിവസമായിട്ട് ചെയ്യുന്നുണ്ട്. സോഷ്യൽ മീഡിയ എല്ലാ ചാനൽസും കംപ്ലീറ്റ് അറഞ്ചം പുറഞ്ചം ചർച്ച ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇന്ന് അൻസിബ ഹസൻ വീണ്ടും മാധ്യമങ്ങൾക്ക് മുന്നിൽ വന്നിട്ട് നല്ല കിടുക്കാച്ചി ഡയലോഗ്സ് അടിച്ചിട്ടുണ്ട്. മാത്രമല്ല, നമ്മുടെ സ്റ്റാർ ഓഫ് ദി സ്റ്റാർ ടിനി ടോമിനെ സാമൂഹിക വിപത്ത് എന്നാണ് വിശേഷിപ്പിച്ചിരിക്കുന്നത്. ചങ്ങാതിയുടെ അവസ്ഥ എന്തായിരിക്കുമെന്ന് നമുക്ക് ഊഹിക്കാൻ പോലും പറ്റില്ല. ഇങ്ങനെ നാണം കെട്ടൊരവസ്ഥയിൽ പോയിക്കൊണ്ടിരിക്കുന്ന വേറൊരു വ്യക്തി ഉണ്ട് തോന്നുന്നില്ല. സോഷ്യൽ മീഡിയ ഈ കണ്ട അണ്ടൻ അടകോടൻ എല്ലാവരും എടുത്ത് വിമർശിച്ച് എല്ലാവരും നല്ല ആട്ടത്തെറി പറഞ്ഞുകൊണ്ടിരിക്കുന്നത്, അല്ലെങ്കിൽ എല്ലാവരും നല്ല തെറി കേട്ടുകൊണ്ടിരിക്കുന്ന ഒരവസ്ഥയിലാണ് നമ്മുടെ ടിനി ടോം. പുള്ളീനെ സാമൂഹിക വിപത്ത് എന്നാണ് അൻസിബ പറഞ്ഞിരിക്കുന്നത്. അത് വിട്ടാൽ പറ്റില്ല എന്നുള്ളതാണ് അൻസിബയുടെ ന്യായം. കാരണം അൻസിബ അത്രയും സ്ട്രോങ് ആയിട്ടാണ് കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകുന്നത്. 2 കൽപ്പിച്ചാണ്. അതാണ് ഏറ്റവും കൂടുതൽ വളരെ കൃത്യമായിട്ട് പറയേണ്ട ഒരു കേസ്. അപ്പോൾ നമ്മൾ ഇന്നത്തെ വീഡിയോയിലേക്ക് കിടക്കുന്നതിന് മുന്നേ വീഡിയോയിൽ ചർച്ച ചെയ്യേണ്ട 2-3 വിഷയങ്ങളാണ്. ഒന്ന്, നിങ്ങൾ ആദ്യം കണ്ടിട്ടുള്ള ക്ലിപ്പ് ഉണ്ടായിരിക്കും, ടിനി ടോമിൻ്റെ ഒരു ഇൻ്റർവ്യൂവിൻ്റെ ഭാഗം. 2ാമത് അൻസിബയുടെ പ്രതികരണം. 3ാമത് അൻസിബയ്ക്ക് സപ്പോർട്ടായിട്ട് ഇന്ന് ആസിഫ് അലി വന്നിട്ടുണ്ട്. പണ്ട് നടി ആക്രമിക്കപ്പെട്ട കേസിലും ആദ്യം സപ്പോർട്ടായി വന്നിട്ടുള്ള ആസിഫ് അലിയാണ്. ആസിഫ് അലി പറയുന്ന വളരെ വാലിഡ് പോയിന്റ്സ് ഉണ്ട്. അതും കൂടി നമ്മൾ ഈ വീഡിയോയിൽ ചർച്ച ചെയ്യുന്നുണ്ട്. വീഡിയോയിൽ കിടക്കുന്നതിന് മുന്നേ ഫസ്റ്റ് ടൈമാണ് നിങ്ങൾ ഈ ഒരു ചാനൽ കാണുന്നുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. ഒരുപാട് പേര് ഇപ്പോഴും സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നത്. എന്തെങ്കിലും സബ്സ്ക്രൈബ് ചെയ്താൽ ഒരുപാട് പേര് ഇപ്പോഴും ഞാൻ നോക്കുന്ന സമയത്ത് 80% ആൾക്കാരും, 96% കഴിഞ്ഞ വീഡിയോ ഒക്കെ കണ്ട ആൾക്കാർ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് കാണുന്നത്. പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. എന്നാലേ നമുക്ക് ഇതുപോലത്തെ കോണ്ടന്റ് കൊണ്ടുവരാൻ ഒരു പ്രചോദനമാവുള്ളൂ. പിന്നെ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക. കാരണം യൂട്യൂബിൻ്റെ പുതിയ അൽഗോരിതം പ്രകാരം ലൈക്ക് ചെയ്ത് കഴിഞ്ഞാൽ മാത്രമേ നിങ്ങൾക്ക് ഇതുപോലത്തുള്ള കോണ്ടന്റും, എൻ്റെ ഈ ചാനലാണെങ്കിലും അതിന് ഇതുപോലത്തെ കോണ്ടന്റും നിങ്ങൾക്ക് റെക്കമെൻഡേഷനായിട്ട് വരുള്ളൂ. അപ്പോൾ അതൊരു പുതിയ പോളിസിയാണ്. അപ്പോൾ അതുകൊണ്ട് ജസ്റ്റ് ഒന്ന് ലൈക്ക് ചെയ്ത് കാണാൻ ശ്രമിക്കുക. നിങ്ങളുടെ അഭിപ്രായം എന്തായാലും കമൻറ്റ് ചെയ്യുക. അപ്പോൾ 3 കാര്യങ്ങൾ നോക്കുന്നത്. ഒന്ന്, ആസിഫ് അലി. 2ാമത്തത് ഇന്ന് ഇവർ ആദ്യം നമുക്ക് അൻസിബയുടെ വാക്കുകൾ കേൾക്കാം. അതിനുശേഷം നമുക്ക് ആസിഫ് അലി എന്താണ് പറഞ്ഞു നോക്കാം. 3ാമത് ടിനി ടോമിൻ്റെ ഒരു ഇൻ്റർവ്യൂവിന് ചെറിയൊരു പോർഷൻ ഞാൻ ആദ്യം കാണിച്ചിരുന്നു, ഞാൻ അതിലേക്ക് വരാം. അപ്പോൾ ആദ്യം നമുക്ക് അൻസിബ പറഞ്ഞ എന്താണെന്ന് കേട്ടാലോ. സാമൂഹിക വിപത്ത് എങ്ങനെയാണ് ഇന്നാണ് ലോകം നമ്മളുടെ മലയാള സിനിമയിലുള്ള ഒരു സാമൂഹിക വിപത്തിനെ കണ്ടുപിടിച്ചിരിക്കുന്നത്. പ്ലേ ചെയ്യാം. ഇതിൽ കൃത്യമായിട്ട് ഞാൻ മെൻഷൻ ചെയ്തിട്ടുണ്ടായിരുന്നു, ഇനി ഇവർ അവൈലബിൾ അല്ല എന്നുണ്ടെങ്കിൽ ബയസ്ഡ് ആയിട്ട് തീരുമാനങ്ങൾ എടുക്കാത്ത ആളുകൾ വേറെ മെമ്പേഴ്സ് അമ്മയിലുണ്ടല്ലോ, അങ്ങനെയുള്ള ആരെങ്കിലും വെച്ചിട്ട് നിങ്ങളൊരു സമിതി ഉണ്ടാക്കൂ, എന്നിട്ട് അവരുടെ മുമ്പാകെ ഞാൻ ഹാജരായിട്ട് ഞാൻ സംസാരിക്കാമെന്ന്. പക്ഷെ ഇതുവരെ ഒരു റിപ്ലൈ പോലും എനിക്ക് ലഭിച്ചിട്ടില്ല. അപ്പം അതിൽ നിന്ന് ഞാൻ എന്താ മനസ്സിലാക്കേണ്ടത്? തീർച്ചയായും സാമൂഹിക വിപത്താണ് ടിനിച്ചേട്ടൻ എന്നുള്ള കാര്യം വ്യക്തമായിട്ട് എനിക്കറിയാം. അതിനെതിരെ ഞാൻ മുന്നോട്ട് പോകുക തന്നെ ചെയ്യും. വളരെ സ്ട്രോങ് ആയിട്ടാണ് അൻസിബയുടെ വാക്കുകൾ. വളരെ സ്ട്രോങ് ആയിട്ടുള്ള ഒരു സംസാരമാണ്. 2ഉം കൽപ്പിച്ച്, നേരത്തെ പറഞ്ഞ പോലെ തന്നെ 2ഉം കൽപ്പിച്ച് 2ലൊരു തീരുമാനം ഇതിലുണ്ടാക്കും എന്നുള്ള കണ്ടീഷനിലാണ്. ഇതുവരെ ആയിട്ടും ഇതിന് മേജറായിട്ട് നമ്മുടെ ബിഗ് ഗെയിംസ് ഓഫ് മോളിവുഡ്, ലാലേട്ടൻ ആൻഡ് മമ്മൂക്ക, ചിലപ്പോൾ ഒരുപക്ഷെ ഈ നാറ്റ കേസിൽ ഇടപെടേണ്ടെന്ന് വിചാരിച്ചിട്ടായിരിക്കാം 2 പേരും ഈ ഒരു കേസിൽ ഇടപെട്ടിട്ടില്ല. വേറെ ആരും ഇടപെട്ടിട്ടില്ല. ചീഞ്ഞ കേസാണ്, ഭൂലോക നാറ്റ കേസാണ്. പിന്നെ ഇപ്പോൾ ഇങ്ങനത്തെ എന്തെങ്കിലും പരിപാടികൾ ഉള്ളതുകൊണ്ട് നമുക്കിങ്ങനെ കുറേ വർത്തമാനം പറയുന്നത്. ഇപ്പോൾ അടുത്തൊന്നും തീരും തോന്നുന്നില്ല. ഒതുക്കാനുള്ള ശ്രമമൊക്കെ നടക്കുന്നുണ്ട്, പക്ഷെ തീരുമെന്ന് തോന്നുന്നില്ല. കാരണം ആ രീതിയിലാണ് കാര്യങ്ങളുടെ പോക്ക്. ടിനിക്ക് അനുകൂലമായ ഒരു നിലപാടാണ് എടുക്കുന്നത്. പലപ്പോഴും അൻസിബയുടെ പരാതി പോലും ചർച്ച ചെയ്യേണ്ടെന്നാണ് സേതാമേനോൻ പറഞ്ഞത്. അത് കേൾക്കുമ്പോൾ വിഷമാണ് തോന്നുന്നത്. കാരണം ഇത്രയും വലിയ ഇതിപ്പോൾ ഒന്ന് ആലോചിച്ച് നോക്കൂ. ഈ പ്രൊഡക്ഷൻ കൺട്രോളർ രാജീവ് കുടപ്പന എന്ന് പറയുന്ന അദ്ദേഹം വന്നിട്ട് അൻസിബ അങ്ങനെ പറഞ്ഞിട്ടില്ല, അദ്ദേഹത്തിൻ്റെ മകൻ കൈലാസ് വന്നിട്ട് പറഞ്ഞു അൻസിബ അങ്ങനെ പറഞ്ഞിട്ടില്ല എന്ന്.
അവർ ഒരു സെക്കൻഡ് മാറ്റി പറഞ്ഞിരുന്നെങ്കിൽ രാജ്യദ്രോഹ കുറ്റത്തിന് ഞാൻ ജയിലിൽ കിടക്കേണ്ടി വരില്ലായിരുന്നു. അപ്പോൾ അത് ഇവർക്കാർക്കും പ്രശ്നമുള്ള കാര്യമല്ലേ? ഇത്രയും വലിയ ക്രിമിനൽ പരിപാടികൾ ഇവരെല്ലാം ചെയ്തു വെച്ചിട്ട് ഞാനിത് സഹിച്ചോളണം എന്ന് പറയുന്നത് വളരെ കൃത്യമായ മറുപടിയാണ്. രണ്ട് കാര്യം ഇതൊന്ന് വ്യക്തമാണ്. ഒന്ന്, അൻസിബ ഓൾറെഡി ഒരു നിലപാടുള്ള സ്ത്രീയാണ്. ഡെഫിനറ്റ്ലി നമ്മൾ കണ്ടതാണ് അൻസിബയെ ബിഗ് ബോസിലൂടെയും മറ്റുള്ള കാര്യങ്ങളിലൂടെയൊക്കെ. രണ്ടാമത്തെ കാര്യം, നിങ്ങൾക്ക് എത്ര പേർക്ക് തോന്നി എന്നുള്ള കമൻറ്റ് ചെയ്യും, അൻസിബയുടെ പുറകിൽ വളരെ വ്യക്തമായിട്ട് ആളുണ്ട്. അൻസിബയ്ക്ക് നല്ല സപ്പോർട്ട് കിട്ടുന്നുണ്ട്. അത് അമ്മയെന്നല്ല, ഈ സംഘടനയെന്നല്ല വെച്ചാൽ ഈ കമ്മിറ്റിയിൽ നിന്നല്ല, അതിൻ്റെ ഉള്ളിൽ തന്നെ വേണ്ടപ്പെട്ട രീതിയിൽ വളരെ കൃത്യമായ സപ്പോർട്ട് അൻസിബയ്ക്ക് കിട്ടുന്നുണ്ട്. പ്രത്യേകിച്ച് ഇന്നിപ്പോൾ നമ്മൾ ആസിഫ് അലിയുടെ പിന്നെ ഇൻ്റർവ്യൂ ഞാൻ പ്ലേ ചെയ്യാം. ആസിഫ് പറഞ്ഞ പോലെ തന്നെ സോഷ്യൽ മീഡിയയിൽ ട്രെൻഡ് നോക്കിയാൽ തന്നെ മനസ്സിലാവും എത്ര PR എത്ര വെളുപ്പിക്കാൻ നടന്നിട്ടുണ്ടെന്നുണ്ടെങ്കിലും അപ്പോഴും മറ്റേതിൽ പറഞ്ഞ മാതിരി അൻസിബയുടെ ആ ഒരു ന്യായത്തിൻ്റെ തട്ട് താണ് തന്നെയാണ് ഇരിക്കുന്നത്. എനിക്ക് മനസ്സിലാവുന്നില്ല. അപ്പോൾ ഇത് ചെയ്യുന്ന ആളുകൾ ഒരിക്കലും നമ്മുടെ മുന്നിൽ, ഈ സൊസൈറ്റിയുടെ മുന്നിൽ ഞെളിഞ്ഞു നിന്ന് നല്ല ആളുകളാണെന്നുള്ളൊരു കപടമുഖത്തോടെ നിൽക്കാൻ പാടില്ല. അവരുടെ ആ കപടമുഖം താഴെ വീഴ് തന്നെ വേണം. ഇതുവരെ റിപ്ലൈ ഒന്നും വന്നിട്ടില്ല. അപ്പം അതുകൊണ്ട് പരാതിയുമായിട്ട് മുന്നോട്ട് പോകാമെന്ന് വിചാരിക്കുന്ന ഇദ്ദേഹമാണ് എൻ്റെ അഡ്വക്കേറ്റ്. അതെ. ഒപ്പം തന്നെ ഈ സാമ്പത്തിക ഇടപാടുകൾ ഉണ്ടായിരുന്നു. ഒരു കൈലാഷ് ഒരു മ്യൂസിക് ഷോ നടത്തിയിരുന്നു, 11 ലക്ഷം രൂപ അവിടെ കൊടുത്തിരുന്നു. സരയു ഭർത്താവിനെ കൊണ്ട് ഒരു AV ജയിച്ചിരുന്നു, 2.5 ലക്ഷം രൂപ കൊടുത്തിരുന്നു. ഇതൊക്കെ അൻസിബ അന്ന് ചോദ്യം ചെയ്തിരുന്നു കാര്യങ്ങളൊക്കെ. ചോദ്യം ചെയ്തിരുന്നു. ഇത് ആദ്യത്തെ ഇഷ്യൂ എന്ന് പറഞ്ഞാൽ, ഇപ്പോൾ ഞാനിപ്പോഴാണ് വാട്സപ്പ് ചാറ്റ് എടുത്ത് നോക്കിയത്. അതായത് ജനുവരി 12-ന് പ്രസിഡന്റ് നമ്മുടെ EC വാട്സപ്പ് ഗ്രൂപ്പിൽ മെസ്സേജ് ഇട്ടിട്ടുണ്ട്. ടൈറ്റിൽ സ്പോൺസർഷിപ്പ് ടെമ്പിൾ വരുന്നതിൻ്റെ ഡിസിഷൻ എന്താണ് എടുക്കുന്നത് എന്ന് ചോദിച്ചിട്ട്. അപ്പോൾ അതിൻ്റെ മുന്നേ ഇതിൻ്റെ ചർച്ചകൾ നടന്നിട്ടുണ്ട്. അപ്പോൾ ആ സമയത്താണ് ഞാനിങ്ങനെ വ്യക്തിപരമായിട്ട് ഞാൻ പറഞ്ഞത്, ഇതൊരു ധാർമ്മികതയുടെ പേരിൽ പറയുന്നതാണ്, ഇത് ചെയ്യരുത്. ഒരു വളരെ സെക്യുലറായിട്ട് നിൽക്കുന്ന ഒരു സ്ഥാപനമാണ്. അപ്പോൾ നമുക്ക് ടെമ്പിൾ വേണ്ട, മോസ്ക് വേണ്ട, ചർച്ച് വേണ്ട, അല്ലെങ്കിൽ നാളെ പാർട്ടികൾ വരും, ഇതൊന്നും വേണ്ട. ഇതൊന്നും ഇല്ലാതെ തന്നെ 32 വളരെ കൃത്യമായ നിലപാടാണ് കേട്ടോ. കാരണം വെച്ചാൽ ഇതിൽ ഈ നമ്മുടെ നാട്ടിലിപ്പോൾ കണ്ടുവരുന്ന സംഭവമാണ്, എല്ലാത്തിനും ഈ ഒരു സെക്യുലർ സ്വഭാവം കളയുക. ഇതിലേക്ക് പല മതങ്ങളും രാഷ്ട്രീയവും എല്ലാം കയറി വരുന്നൊരു സിറ്റുവേഷൻ, നമ്മൾ പ്രത്യേകിച്ച് മതം കയറി വരുന്നൊരു ട്രെൻഡ് കേരളത്തിൽ നമ്മൾ കണ്ടതാണ്. അപ്പോൾ അതിനോട് സിമിലർ ആയിട്ടുള്ളൊരു സംഭവം അവർ സംഘടനയുടെ നടന്ന സമയത്ത് സംഘടനാ ബോധമുള്ളൊരു സ്ത്രീ, ഒരു മെമ്പർ വളരെ കൃത്യമായിട്ടുള്ള മറുപടി പറഞ്ഞു. അതിനൊക്കെ എതിർക്കുക എന്ന് മാത്രമല്ല, അതിനിതുപോലെ കൊളക്കടവ് പോലത്തെ വളരെ മോശമായിട്ടുള്ള പരാമർശം കൊണ്ട് നടക്കുന്ന ഈ മീശ വെച്ചിട്ടുള്ള ചില മിഡിലിൽ നിൽക്കുന്ന അതേ സ്വഭാവം കാണിക്കുന്ന ചില ആൾക്കാരുണ്ട്. നടന്നുപോയൊരു ചരിത്രം അമ്മയ്ക്കുണ്ട് എന്നിരിക്കെ ഇപ്പോഴും സ്പോൺസേഴ്സിനെ കിട്ടാൻ ബുദ്ധിമുട്ടുള്ളൊരു സംഘടനയൊന്നും അല്ല. ഞാൻ അങ്ങനെ ഒരു വിയോജിപ്പ് ആദ്യം എന്നിട്ട് ഒരു വോട്ടിംഗ് നടത്തിയ സമയത്ത് അപ്പം ഞാനിത് പറഞ്ഞു. ഇതിൻ്റെ മുന്നേ വേറെ 1-2 പേര് ചോദിച്ചിരുന്നു, അത് അമ്മ സംഘടന ഒരു സെക്യുലർ സ്ഥാപനമല്ലേ, അപ്പോൾ നമുക്കൊന്നും കൂടെ നോക്കണമോ എന്ന് ചോദിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷെ ചെയ്യരുത് എന്ന് വേറെ ആരും പറഞ്ഞിട്ടില്ലായിരുന്നു, നോക്കണമോ എന്ന് ചോദിച്ചിട്ടുണ്ടായിരുന്നു. അത് കഴിഞ്ഞിട്ട് ഞാനിത് മെയിൽ അയക്കുകയും വാട്സപ്പിൽ ഞാൻ നോട്ട് ഇടുകയും ഒക്കെ ചെയ്തു. അപ്പോൾ അതിന് ശേഷമാണ് ഞാനിത് ഈ മെയിലൊക്കെ അയച്ചതിന് ശേഷം അമ്മയിലെ തന്നെ മറ്റൊരു മെമ്പർ എന്നെ വിളിച്ചു. പിറ്റേ ദിവസം എന്നെ വിളിച്ച് ചോദിച്ച ടോൺ ഇതാണ്, മോളെ നീ എന്തിനാണ് മോളെ അമ്പലത്തിനൊക്കെ അതിൽ നിൽക്കുന്നത്? ഞാൻ സിനിമയിലൊക്കെ ഇങ്ങനെയുള്ള ഡയലോഗ് കേട്ടിട്ടുള്ളൂ. അതാരാണെന്നുള്ള മനസ്സിലായല്ലോ അല്ലേ? യെസ്, മറ്റേ ചങ്ങായി തന്നെ, മറ്റേ ആ ഒരു വ്യക്തി തന്നെ. ചേച്ചി എന്നെ ഭീഷണിപ്പെടുത്തുകയാണോ? ഞാൻ അമ്പലത്തിനും പള്ളിക്കും ക്രിസ്ത്യൻ ചർച്ചിനും ഒന്നും എതിര് നിൽക്കുന്ന ആളല്ല. എന്നെ അങ്ങനെ വർഗീയവാദിയാക്കാനുള്ള ശ്രമം നടത്തും. എനിക്കത് ചോദിച്ച ടോൺ തന്നെ ആലോചിക്കാം. ബിഗ് ബോസ് കണ്ടു കഴിഞ്ഞാൽ വളരെ കൃത്യമായിട്ട് മനസ്സിലാവും പണ്ടത്തെ സീസണിൽ എങ്ങനെയാണ് അതിൻ്റെ പെരുമാറ്റം എന്നുള്ളത്. എന്താ മോളെ മറ്റേ അമ്പലത്തിനൊക്കെ മറ്റേ ചോദ്യമാണേ, വർഗീയത കൊണ്ടുവരണേ, ആ ജിഹാദിയാണെന്നുള്ള സാധനം അടിച്ചു കിട്ടുകയാണേ. ആ വിത്തൊന്നും കേരളത്തിൽ മട്ടരിയുടെ ചോറ് നെല്ലുത്തിരിയുടെ ചോറ് കൊണ്ടുള്ള ആൾക്കാരല്ല, നമ്മൾ അരിയാഹാരം തിന്നുന്ന മലയാളികൾക്കിടയിൽ വേവില്ല കേട്ടോ. ചേച്ചി എന്ന് പറഞ്ഞു. പിന്നെ ഈ ചേച്ചി എന്തൊക്കെയോ പറഞ്ഞു. അപ്പം ഞാൻ പറഞ്ഞു, എൻ്റെ പൊന്നു ചേച്ചി, നീ അങ്ങനെ പറയാൻ പാടുണ്ട് ഉത്തരവാദിത്തപ്പെട്ട ഒരു പൊസിഷനിൽ ഇരുന്നിട്ടെന്ന്. ഞാൻ പറഞ്ഞു, ചേച്ചി ഞാൻ ഉത്തരവാദിത്തപ്പെട്ട പൊസിഷനിൽ ഇരുന്നിട്ട് ഞാൻ എന്ത് പറയണമെന്ന് ഞാനാണ് തീരുമാനിക്കേണ്ടത്, ചേച്ചിയല്ല. അപ്പം ഞാൻ പറയേണ്ട കാര്യം ഞാൻ പറഞ്ഞോളും, ദയവേത് ഈ കാര്യം പറഞ്ഞ് ഇനി എന്നെ ചേച്ചി വിളിക്കരുതെന്ന് പറഞ്ഞു. ഇമ്മീഡിയറ്റ്ലി ഞാൻ വാട്സപ്പ് ഗ്രൂപ്പിൽ മെസ്സേജ് അയച്ചു. നമ്മുടെ EC ഗ്രൂപ്പിനകത്ത് നടന്നൊരു ചർച്ചയാണ് ഇത്, ടൈറ്റിൽ സ്പോൺസർഷിപ്പുമായി ബന്ധപ്പെട്ടിട്ടുള്ള കാര്യം. ഇതെങ്ങനെയാണ് EC മെമ്പർ അല്ലാത്ത മറ്റൊരു സാധാരണ അംഗം അറിയുകയും എന്നെ വിളിച്ച് ഭീഷണിപ്പെടുത്തുകയും ചെയ്യുന്നത്?
ഭയങ്കര മോശം പരിപാടിയാണ് ചെയ്തതെന്ന് പറഞ്ഞു. അപ്പോൾ അത് ഏറ്റെടുക്കാൻ ആരുമില്ല. അപ്പോൾ 1-2 പേര് വന്ന് ചോദിക്കുകയും ചെയ്തു, അത് ഭയങ്കര മോശമായിപ്പോയി, അൻസിബ ഇവിടെ ചർച്ച ചെയ്ത കാര്യം പുറത്തു പോയി പറഞ്ഞത് എന്തിനാന്ന്. അപ്പോൾ ഇത് പുറത്തേക്ക് പോകുമ്പോൾ വേറൊരു തരത്തിൽ വർഗീയവൽക്കരിക്കാനാണ് ശ്രമം അന്നേ തുടങ്ങിക്കൊണ്ടിരിക്കുന്നത്. ഇവിടുത്തെ വിഷയങ്ങൾ, ഇതിനുള്ളിലുള്ള വിഷയങ്ങൾ പുറത്തേക്ക് പോവുക എന്ന് പറഞ്ഞിട്ട് പുറത്തു പോയി സംസാരിച്ചു എന്ന് അൻസിബയെ കുറ്റപ്പെടുത്തിയ ആൾക്കാരാണ്. അപ്പോൾ അതിൻ്റെ ഉള്ളിൽ നടന്നിട്ടുള്ള ഒരു സംസാരം ഇതുപോലെ പുറത്തൊന്നുമല്ലാത്ത ആൾ തിരിച്ച് ഭീഷണി പോലെ വിളിച്ച് ചോദിക്കേണ്ട സാഹചര്യം ഉണ്ടാക്കിയിട്ടുണ്ട്. ശേഷമാണ് പിന്നെ ഞാൻ ഈ കാര്യം അറിയുന്നത്. എന്നെ ജിഹാദി എന്ന് വിളിക്കുകയും ഞാൻ മതപരിവർത്തനം നടത്താൻ ശ്രമിച്ചു എന്ന് പറഞ്ഞിട്ട് ഈ രാജീവ് കുടപ്പനക്കുന്ന് എന്ന് പറഞ്ഞ പ്രൊഡക്ഷൻ കൺട്രോളർ, അദ്ദേഹത്തിൻ്റെ പേര്, അദ്ദേഹത്തിൻ്റെ മകൻ്റെ പേരും ഒക്കെ പറയുന്നത്, അവർ രണ്ടുപേരും പബ്ലിക്കായി വന്ന് പറഞ്ഞു അങ്ങനെ ഉണ്ടായിട്ടില്ല എന്ന്. അദ്ദേഹത്തിൻ്റെ മകൻ എൻ്റെ കൂടെ ഒരു പടത്തിൽ അസിസ്റ്റൻറ്റ് ഡയറക്ടറായിട്ട് വർക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. അയാളുടെ ഇഷ്ടത്തിന് അയാൾ നോമ്പ് നോറ്റു. നമ്മുടെ ഈ ലോകത്ത് പല മതങ്ങളിലുള്ളവരും പല നോമ്പുകളും എടുക്കുന്നുണ്ട്. അത് ഇസ്ലാമിക പ്രകാരമുള്ള നോമ്പ് എടുക്കുന്നുണ്ട്, ക്രിസ്ത്യൻ ആചാരപ്രകാരമുള്ള നോമ്പ് എടുക്കുന്നവരുണ്ട്. ശബരിമലയ്ക്ക് പോകുന്ന എത്ര പേരുണ്ട്? അഹിന്ദുക്കളായിട്ടുള്ള എത്ര പേര് പോകുന്നുണ്ട്? അപ്പോൾ അങ്ങനെ സെക്യുലറായിട്ട് ജീവിക്കുന്ന ഒരു നാട്ടിൽ ഇങ്ങനെ ഒരു നോമ്പെടുത്തു എന്നുള്ളതിൻ്റെ പേരിൽ അങ്ങനെ പറയാൻ പാടുണ്ട്? എനിക്ക് മനസ്സിലാവുന്നില്ല. അപ്പോൾ ഈ പ്രൊഡക്ഷൻ കൺട്രോളറും മകനും വന്നിട്ട് സത്യം പറഞ്ഞതുകൊണ്ട് മാത്രം രക്ഷപ്പെട്ടു നിൽക്കുന്ന ഒരാളാണ് ഞാൻ. അല്ലെങ്കിൽ എൻ്റെ അവസ്ഥ ഒന്ന് ആലോചിച്ച് നോക്കൂ നിങ്ങൾ. വെരി ട്രൂ നിലപാട്. ദാറ്റ് ഈസ് സംതിങ് ലൈക്ക് എല്ലാ ടീമിനും കിട്ടില്ല. ഇനി ഇതിൽ ആസിഫ് അലിയുടെ പ്രതികരണം കേട്ടോ, നിങ്ങൾ കണ്ടിട്ടുണ്ടായിരിക്കും. ആസിഫ് അലി പിന്നെ ഈ ഒരു വിഷയത്തിൽ സപ്പോർട്ട് ചെയ്ത് സംസാരിച്ചിട്ടോ. പ്രശ്നങ്ങൾ സംഘടനയിൽ തന്നെ തീരണം, അല്ല അതിനുള്ളൊരു സ്പേസ് അവിടെയുണ്ട്. അത് അതിൽ തീരാത്തപ്പോഴായിരിക്കണം അത് പബ്ലിക്കായിട്ട് പലർക്കും ഇപ്പം അൻസിബയെ പോലെയുള്ളവർ നിവൃത്തികേട് കൊണ്ടായിരിക്കാം ചിലപ്പം അങ്ങനെയുള്ള കാര്യങ്ങൾ പുറത്ത് പറയുന്നത്. അതിന് ഗൗരവമായിട്ട് നമ്മൾ അഡ്രസ്സ് ചെയ്ത്, ഇപ്പം ഞാൻ പ്രത്യേകിച്ച് മതപരമായ കാര്യങ്ങൾ അല്ലെങ്കിൽ ജാതിപരമായ കാര്യങ്ങൾ അതിൽ ഫോഴ്സ്ഫുള്ളി കൊണ്ടുവരാൻ നോക്കുമ്പോൾ അതിനെ നമ്മൾ വളരെ ഗൗരവമായിട്ട് അഡ്രസ്സ് ചെയ്തിട്ടുണ്ടെങ്കിൽ ചിലപ്പോൾ ആ പ്രശ്നം വളരെ വലുതാവും. അതിൽ നമ്മുടെ കോമൺ സെൻസും നമ്മുടെ ബുദ്ധിയും ഉപയോഗിച്ച് റിയാക്ട് ചെയ്യണം എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അപ്പോൾ ഇത് എല്ലാ വേദികളിലും ചർച്ച ചെയ്യേണ്ട ഒരു ആവശ്യം ഉണ്ടെന്ന് പോലും എനിക്ക് തോന്നുന്നില്ല. പിന്നെ പ്രത്യേകിച്ച് സോഷ്യൽ മീഡിയയിലേക്കും പബ്ലിക് പ്ലാറ്റ്ഫോമിലേക്കും വരുമ്പോൾ ഇതിന് കൃത്യമായ, ഇപ്പം നമുക്ക് അതിന്റെ താഴെ പോയി കോമന്റ്സ് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാവും ആളുകൾ എത്രത്തോളം ഇതിനെ പറ്റിയിട്ട് നമ്മൾ പണ്ടൊക്കെ വിചാരിച്ചുകൊണ്ടിരുന്ന ഇത് പഴയ ഒരു കാലഘട്ടത്തിൽ മാത്രം ഉണ്ടായിരുന്ന പ്രശ്നമാണെന്നാണ്. പക്ഷെ ഈ പുതിയ കാലഘട്ടത്തിൽ ഇത് വളരെ ശക്തിയോടുകൂടി തിരിച്ചു വന്നിരിക്കുകയാണ്. മറ്റേ അവിടെയും ഇവിടെയും പോയി പറഞ്ഞ പരിപാടി. എന്തായാലും ചീഞ്ഞു നാറിയ ഒരു സംഘടനയും അതിൽ കുറേ വാഹികളും ഭാരവാഹികളും. ഇനി ടിനി ടോമിൻ്റെ പഴയൊരു ഇൻ്റർവ്യൂ. ഇത് പഴയ ഇൻ്റർവ്യൂ ആണ് കേട്ടോ, ഞാൻ ആദ്യം കാണിച്ചിട്ടുള്ള ഒരു ക്ലിപ്പ് പഴയ ഇൻ്റർവ്യൂ ആണ്. മുപ്പരയിൽ കുറച്ച് വളരെ പ്രസക്തമായിട്ടുള്ള ഡയലോഗ് പറയുന്നുണ്ട്. ഞാനിത് സോഷ്യൽ മീഡിയ നോക്കിയ സമയത്ത് പഴയ ഇൻ്റർവ്യൂ കണ്ടതാണ്. ഇത് ഈ ഒരു വിഷയമായിട്ട് കണക്റ്റഡ് അല്ല. പക്ഷെ എന്നാലും അന്ന് ഒരുപാട് വിമർശനങ്ങൾക്ക് ഒരുപാട് ട്രോളുകൾക്കും വഴിവെച്ചിട്ടുള്ള ഒരു ഡയലോഗാണ് അന്ന് ടിനി ടോം പറഞ്ഞിട്ടുള്ളത്. ഞാൻ ആ ഒരു വീഡിയോ ജസ്റ്റ് ക്ലിപ്പ് പ്ലേ ചെയ്യാം. ഇതുമായിട്ട് യാതൊരു കണക്ഷനും ഇല്ല, ജസ്റ്റ് പഴയ ഒരു ഇൻ്റർവ്യൂ. യഥാർത്ഥത്തിൽ എൻ്റെ കാരണവന്മാർ പറയാറുണ്ട്, പക്ഷെ അതിനൊന്നും ഞാൻ പ്രതികരിക്കേണ്ട ആവശ്യമൊന്നുമില്ല. കാരണം അത് എനിക്കൊന്നും ഇപ്പൊ മൂക്കിലൊരു ഓമോ എന്നൊക്കെ പറയില്ല, അത് നമ്മൾ ശ്രദ്ധിക്കേണ്ട ആവശ്യമില്ല. നമ്മളെ കുത്തിയിട്ട് നമ്മൾ അവരുടെ പേര് പറഞ്ഞാൽ അവർ ക്ലിക്കാവും. ഈ കാരണവന്മാര് പറഞ്ഞിട്ടുണ്ട്. ഇതൊരു ഏറ്റവും വലിയൊരു മെസ്സേജാണ് മനസ്സിൽ വെക്കേണ്ടത്. നമ്മൾ ഒരിക്കലും പിച്ചക്കാരോടും സെക്സ് വർക്കേഴ്സിനെ ഞാൻ പറയുന്നത് മാന്യമായിട്ട് പറയുന്നത് തർക്കിക്കരുത്. കാരണം അവരൊരു ചിലപ്പോൾ ഗതികേട് കൊണ്ടായിരിക്കും അവരങ്ങനെ ആയിപ്പോയത്, ഒരുപക്ഷെ വിധിയായിരിക്കാം. ആ പാവങ്ങൾക്കൊന്നും വിൽക്കാനില്ല, അവരുടെ ശരീരം വരെ അവർ വിൽക്കുന്നു. ഞാൻ അവരെ തള്ളി പറയുന്നതല്ല. അപ്പം അവരെന്തും എടുത്ത് വിൽക്കും, അവർക്ക് സ്കിൽസ് ഇല്ലല്ലോ. സ്കില്ലില്ലാത്തത് കൊണ്ട് ഒന്നും ഡെവലപ്പ് ചെയ്യാൻ ഒരുപാട് എയിംസ് ഉണ്ട്, ഫോക്കസ് ഉണ്ട്. ഇങ്ങനെ ഒരു ആങ്കർ ആവണം, ഒരുപക്ഷെ ആക്ടർ ആവണം, ക്യാമറയുടെ മുന്നിലോ പിന്നിലോ ഒക്കെ നിൽക്കണം എന്നുള്ള. അപ്പോൾ എയിംസ് ഉണ്ട്. ഇതില്ലാണ്ടാവുമ്പോഴാണല്ലോ നമ്മൾ, സ്കില്ലില്ലാണ്ടാവുമ്പോഴാണ്, ഒന്നും ഇല്ലാണ്ടാവുമ്പോൾ ചിലപ്പോൾ എന്ത് വേണമെങ്കിലും വിൽക്കാൻ തയ്യാറാവും. അവരെ നമ്മൾ തർക്കിച്ചാൽ നമ്മൾ നാറുള്ളൂ. കാരണം അവരെന്ത് വിൽക്കാൻ തയ്യാറാവും. അപ്പോൾ അതുകൊണ്ട് ഞാൻ അതുപോലുള്ള ചീപ്പായിട്ടുള്ള ഇതിനടുത്ത് ഞാൻ പ്രതികരിക്കാറില്ല. അങ്ങനെ അവർക്കൊരു പബ്ലിസിറ്റി വേണ്ട. അല്ല, ഞാനിപ്പോൾ കൂടുതൽ പവർഫുൾ, ഓരോ സൈബർ അറ്റാക്ക് നടക്കുമ്പോൾ നമ്മൾ കൂടുതൽ പവർഫുള്ളാണ്. പൃഥ്വിരാജ് എൻ്റെ അടുത്ത് പറഞ്ഞു തന്നത്, ആദ്യം എൻ്റെ അടുത്ത് ഒരു പ്രോഗ്രാമൊക്കെ കഴിഞ്ഞിട്ട് ആ മമ്മൂക്കയുടെ വോയിസ് അത്ര അങ്ങോട്ട് ശരിയായില്ല എന്ന് പറയുമ്പോൾ എനിക്ക് ഭയങ്കര ഫീൽ ചെയ്യുമായിരുന്നു. ഈ തന്തക്കും തള്ളക്കും കുറേ വിളി കിട്ടുമ്പോഴേ നമ്മൾ കൂടുതൽ പവർഫുള്ളാവും സത്യം പറഞ്ഞാൽ. അപ്പോൾ രാജു എൻ്റെ അടുത്ത് പറഞ്ഞു, എനിക്ക് അന്ന് ഇത്തിരി അത് കുഴപ്പമില്ല. ഈ കാലത്ത് പോവുകയാണെങ്കിൽ ഈ ലോകത്തുള്ള ഏറ്റവും ശക്തനായ വ്യക്തി ടിനി ടോമായി മാറും. കാരണം എന്താ വെച്ചാൽ അത്ര അധികം കേട്ടോണ്ടിരിക്കുകയാണ്. ഈ ട്രാക്ക് പിടിക്കുകയാണെന്നുണ്ടെങ്കിൽ യു ക്യാൻ ബി, യെസ്, നിങ്ങൾക്ക് അതിനുള്ള ക്ഷമത ഉണ്ട്. ഈ പോക്ക് പോവുകയാണെങ്കിൽ ഇന്ത്യയിൽ, കേരളത്തിൽ നിന്നല്ല, ഇന്ത്യയിൽ എവിടെയാണെങ്കിലും പാൻ വേൾഡ് ലെവലിൽ ഏറ്റവും ശക്തിയുള്ള ആളായി മാറുവാൻ ഒരുപാട് പൊട്ടൻഷ്യലുണ്ട്.
എന്തായാലും എന്താണ് ഈ ഒരു വിഷയത്തിൽ നിങ്ങളുടെ അഭിപ്രായം എന്നുള്ള കമന്റ് ചെയ്യുക. വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ പ്ലീസ് ഒന്ന് ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായം കമന്റ് ചെയ്യുക. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. അടുത്ത വീഡിയോയിൽ കാണാം. ടേക്ക് കെയർ ആൻഡ് ഗോഡ് ബ്ലെസ്. ബൈ.